much matters is insane. Why you still live in vain? I'm not the one, you're the victim of your own mistakes. It's sad to hear the lights under the street lights, under the street lights. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി S20 FE 5G എന്ന് പറയുന്ന ഒരു മൊബൈലാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്യാം. ഈ ഫോൺ ദീപാവലി ഓഫറിന് നല്ല രീതിയിൽ പ്രൈസ് ഡൗൺ ആയ ഒരു ഫോണാണ്. നല്ല അത്യാവശ്യം സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫോണാണ്. സോ നമുക്ക് ബോക്സിൻ്റെ സീല് പൊട്ടിക്കാം. സോ അതിനകത്ത് വേറെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൻ്റെ കൂടെ ഒരു സിം ഇജക്ടർ പിന്നും ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും വാറൻറ്റി പേപ്പറൊക്കെയാണ് കിട്ടുന്നത്. അത് നമുക്ക് അതുപോലെ തന്നെ കയറ്റി വെക്കാം. എന്നിട്ട് ബാക്കി ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ അടുത്തായിട്ട് വരുന്ന മൊബൈലാണ്. സോ മൊബൈൽ ബോക്സിൽ നിന്ന് എടുക്കാം. സോ ഇതാണ് നമ്മുടെ ഫോൺ, സാംസങ് S20 FE 5G. സോ ബാക്കി ബോക്സിനകത്ത് സാംസങ് എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട്. അത് കഴിഞ്ഞൊരു 15 വാൾട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. പക്ഷേ ഈ ഫോൺ 25 വാൾട്ട് വരെ സപ്പോർട്ട് ചെയ്യും. സോ 25 വാൾട്ടിൻ്റെ വേറെ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. പിന്നെ വരുന്നത് ചാർജിങ് കേബിളാണ്. ടൈപ്പ് C കേബിൾ തന്നെയാണ് വരുന്നത്. സോ അത്രയൊക്കെയാണ് ബോക്സിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഫോൺ ഓണാക്കാം. സോ അതിൻ്റെ മുമ്പ് ഫോണിൻ്റെ പുറകിലുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം പീൽ ഓഫ് ചെയ്ത് കളയാം. സോ ഫോണിനി നമുക്ക് ബൂട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് ഫോണിൻ്റെ ഹോം സ്ക്രീൻ നോക്കാം. സോ ഇതാണ് ഫോണിൻ്റെ ഹോം സ്ക്രീൻ. ഞാൻ അഡീഷണലായിട്ട് കുറച്ച് ആപ്പ് ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ സാംസങ്ങിൻ്റെ കുറച്ച് തന്നെ കുറേ ആപ്സ് കിടക്കുന്നുണ്ട് അതിനകത്ത്. അല്ലാതെ പിന്നെ വേറെ അഡീഷണൽ ആപ്പൊന്നും കണ്ടില്ല. ഫേസ്ബുക്കും കിടക്കുന്നുണ്ട്. അത്രമാത്രമേ കിടക്കുന്നുള്ളായിരുന്നു. വേറെ പുറത്തുനിന്നുള്ള ആപ്ലിക്കേഷനൊന്നും കിടക്കുന്നില്ലായിരുന്നു. സൈഡിൽ മെറ്റൽ ഫ്രെയിമാണ് വരുന്നത്. സോ ഫോണിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ താഴെയായിട്ടാണ് സ്പീക്കറുകളിലും മൈക്കും ടൈപ്പ് C പോർട്ടും വരുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ബട്ടണും വോളിയം ബട്ടണും അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും നൽകിയിട്ടില്ല. പിന്നെ ഫോണിൻ്റെ മേളിലായിട്ട് ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്കും പിന്നെ സിം ഇടാനുള്ള പോർട്ടും മേളിലാണ് നൽകിയിരിക്കുന്നത്. സോ ഇനി നമുക്ക് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ഫുള്ളായിട്ട് നോക്കാം. ആദ്യമേ തന്നെ ഇതൊരു 5G ഫോൺ തന്നെയാണ്. ഈ ഫോണിൻ്റെ റാം വേരിയൻറ്റ് 8GB റാമും 128GB ഇൻറ്റേർണൽ മെമ്മറിയുമാണ് നൽകിയിരിക്കുന്നത്. മെമ്മറി കാർഡ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. 1 TB വരെ ഉള്ളത്. ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 5 ഹോള് ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ബെസൽലെസ് ആയിട്ടാണ്, കുഞ്ഞ് ക്യാമറയായിട്ടാണ് നൽകിയിരിക്കുന്നത്.
ഒന്നെങ്കിൽ 2 സിമ്മോ അല്ലെങ്കിൽ ഒരു സിമ്മോ ഒരു മെമ്മറി കാർഡോ ഇടാൻ പറ്റുള്ള ഹൈബ്രിഡ് സ്ലോട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഫോൺ ആൻഡ്രോയിഡ് 11ലാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6.5 ഇഞ്ചിൻ്റെ ഇൻഫിനിറ്റി സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഉണ്ട്. ഫുൾ HD+ റെസൊല്യൂഷനാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. ബാറ്ററി സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 4500 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. വിത്ത് ഫാസ്റ്റ് ചാർജിങ് ആണ്. 25 വാൾട്ട് വരെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ബോക്സിൽ 15 വാൾട്ടിൻ്റെ ചാർജറേ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുള്ളൂ. പിന്നെ ഈ ഫോണിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട്, ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവർ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 865 Octa-Core പ്രോസസ്സറാണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ചിപ്സെറ്റ് തന്നെയാണ് 865 ചിപ്സെറ്റ്. പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. 12 മെഗാപിക്സലിൽ ഡുവൽ പിക്സലാണ് നൽകിയിരിക്കുന്നത്. റിയർ ക്യാമറയിൽ 12 മെഗാപിക്സലും 8 മെഗാപിക്സലും പിന്നെ ഒരു 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് നൽകിയിട്ടുണ്ട്. പിന്നെ 30x ഒരു സൂം ഫീച്ചറും കൂടെ നൽകിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 32 മെഗാപിക്സലിൻ്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഈ ഫോൺ IP68 റേറ്റഡ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. 1.5 മീറ്റർ ഉള്ള വെള്ളത്തിൽ 30 മിനിറ്റ് ഫോൺ നിൽക്കുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 190 ഗ്രാം ആണ് വെയിറ്റ്. പിന്നെ ഈ ഫോൺ 3 കളറിലാണ് വേരിയൻ്റാണ് നമുക്ക് കിട്ടുന്നത്. ക്ലൗഡ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ് നമ്മൾ. പിന്നെ ക്ലൗഡ് നേവി എന്ന് പറയുന്ന ഒരു കളറുമുണ്ട്. പിന്നെ ഒരു ക്ലൗഡ് റെഡ് എന്ന് പറയുന്ന 3 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ വേരിയൻ്റ് നോക്കിക്കഴിഞ്ഞാൽ 8GB 128GB പിന്നെ 8GB 256GBയുടെയുമാണ് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ ഫോൺ 8 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ക്യാമറ നൽകിയിട്ടുണ്ട്. 12 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിളും 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് നോക്കാം. ഫ്രണ്ട് ക്യാമറയിൽ 32 മെഗാപിക്സൽ തന്നെയാണ്. സോ കൂടുതൽ ക്യാമറ സാമ്പിൾസ് ഫോണിൻ്റെ റിവ്യൂ വീഡിയോയിൽ ഇടുന്നതാണ്. ഇത് ജസ്റ്റ് അൺബോക്സിങ് മാത്രമേ ഉള്ളൂ. സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.